ഹായ്. ഇതാ കണ്ടോ, ആ സഞ്ചിയും തൂക്കി നടന്നു വരുന്ന പാവത്തിൻ്റെ പേരാണ് മൈക്കിൾ. എറണാകുളം സ്വദേശിയാണ്. ഇദ്ദേഹത്തെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തിൽ നിന്നും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഘടകം കൃത്യനിഷ്ഠ, പങ്ക്ച്വാലിറ്റി. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ, ഒരു മൊബൈലോ ഒരു വാച്ചോ ഒന്നും കയ്യിലില്ലാതെ കൃത്യസമയം പാലിക്കുന്ന ഇദ്ദേഹത്തെ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും ഇദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു ചിന്തയാണ്, ഇദ്ദേഹം ആരാണ്? അന്ന് തൊട്ട് തുടങ്ങിയ റിസർച്ചാണ് ഇദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹത്തോട് തോന്നിയ ആ ഒരു ഇഷ്ടം, അതാണ് ആ ഇഷ്ടം. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എനിക്ക് സഹായിക്കണം എന്നുള്ള ഒരു റിസർച്ചിലേക്ക് മാറി. റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം സാമ്പത്തികപരമായിട്ടാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അവസാനം അതെത്തി നിന്നത് നമ്മുടെ വിവാഹത്തിൻ്റെ ആ ദിവസങ്ങളിലായിരുന്നു. വിവാഹത്തിന് ഇദ്ദേഹത്തെ ക്ഷണിക്കുക, നല്ലൊരു ഡ്രസ്സ് ഇദ്ദേഹത്തെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിർഭാഗ്യവശാൽ ആ ദിവസങ്ങളിലൊന്നും ഇദ്ദേഹത്തെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പിന്നീട് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് പിന്നിലേക്ക് ഞാൻ തള്ളപ്പെട്ടു. അപ്പോഴും ഇദ്ദേഹം എൻ്റെ മനസ്സിൽ വല്ലാതെ അട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആദ്യത്തെ ഇൻകം നമുക്ക് വന്നു ചേരുന്നത്. അപ്പം മനസ്സിൽ തോന്നിയ ചിന്തയാണ്, ഇനി ഇത് വിട്ടുള്ള കളിയില്ല എന്ന്. ഓടിപ്പോയി അദ്ദേഹത്തെക്കുറിച്ച് തിരക്കി, അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ്. പക്ഷേ ഞാൻ എന്താണോ മനസ്സിൽ കരുതി വച്ചിരുന്നത് അതിനും അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ആ അവസ്ഥ എന്നെ വല്ലാതെ ആലോചിപ്പെടുത്തി. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വില പോയില്ല. ഇത്രയും നിഷ്കളങ്കരായ ഈ ഒരു മനുഷ്യനെ പിന്നെ എങ്ങനെ സഹായിക്കാതിരിക്കും? അതാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ നിന്നും ഒരു നേരത്തെ ആഹാരം അദ്ദേഹത്തിന് നൽകുവാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സമയക്രമം ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. നമ്മളുടെ രാവിലത്തെ ഭക്ഷണം, നമ്മളുടെ സമയം, ഇതൊക്കെയാണ്. എന്നാൽ ഇതേ ഒരു സമയത്ത് നമ്മളുടെ സന്തോഷത്തിൽ ഒരാൾ കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു മനസ്സുഖം, ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. ഞങ്ങളാൽ എത്ര നാൾ സാധിക്കും എന്നറിയില്ല, എന്നാലും നമ്മുടെ സന്തോഷത്തിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയത്. ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് കാണരുത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും. ഇനിയും ഇതിനുമപ്പുറം ചെയ്യാനുള്ള മനസ്സ്, ആ ഒരു മനസ്സ് മാത്രം പ്രാർത്ഥനയിലൂടെ നിങ്ങളെനിക്ക് തന്നാൽ മതി. സന്തോഷം, ഹാപ്പിയാണ്. ഹാപ്പി ലൈഫ്.